ഇതിലൊക്കെ മറുപടി പറയാൻ. രാവിലെ മാധ്യമങ്ങളെ കണ്ട വി.കെ. ശ്രീകണ്ഠൻ എം.പിയും സമാനമായൊരു സാഹചര്യമാണ് നേരിട്ടത്. ഈ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. ആദ്യം സൃഷ്ടിച്ചത് പുകമറയാണ്. രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങിയത് വ്യക്തിപരമായ തീരുമാനമാണെന്നും വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുതെന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തു. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്.